ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് ഞായറാഴ്ചയായിട്ട് കോഴിക്കോട് ടൗണിലേക്ക് ഇറങ്ങിയതാട്ടോ. എങ്ങനെ ഉണ്ടാവുന്നു? കുറേ നാളായി ഇതുപോലെ ഞായറാഴ്ചകളിലൊക്കെ പുറത്തിറങ്ങിയിട്ട്. അതായത് കോഴിക്കോടൊക്കെ ആദ്യമൊക്കെ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അധികം ഞായറാഴ്ച ഇങ്ങനെ ലീവ് കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വരാറുണ്ടായിരുന്നു. പക്ഷെ കുറേ നാളുകളായിട്ട് അതായത് ആദ്യം ഇസു ഒക്കെ ആയതിൻ്റെ ശേഷം അങ്ങനെ ഇങ്ങനെ എന്താ പറയുക, കറങ്ങി നടക്കാൻ വലിയ ഇൻട്രസ്റ്റും ഉണ്ടാവാറില്ല, അങ്ങനെ വരാറില്ല. അപ്പോൾ ഇന്ന് ഞാനും ഇക്കായും മാത്രമായിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. ഹാദീനെ ഇസൂനെ ഒന്നും കൂട്ടാതെ ഞങ്ങൾ ആ കല്യാണം കഴിഞ്ഞൊക്കെ ആ ഒരു ടൈമിലൊക്കെ ഉള്ള പോലെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഒന്ന് ഫ്രീ ആയിട്ട്, മൈൻഡൊക്കെ ഫ്രീ ആയിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ വന്നിട്ടുള്ളത് മിഠായി തെരുവിലേക്കാണ്. അപ്പോൾ മിഠായി തെരുവിൽ കയറുന്നതിന് മുൻപായിട്ട് ഇക്ക വണ്ടി പാർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞങ്ങൾ പുറത്ത് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ആദ്യം തന്നെ നോക്കിയത് ഇതാ ഫ്രണ്ടിൽ തന്നെ ഇവിടെ ഇങ്ങനെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20 രൂപേൻ്റെ റോസ് ഉണ്ടല്ലോ, അത് പല കളറുകളിലുള്ളത് ഉണ്ടാവും. അപ്പം അതുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റായിട്ട് ഇവിടെ തങ്ങിയത്. പക്ഷെ അതില്ലാത്തത് കൊണ്ട് ഞങ്ങൾ നേരെ മിഠായി തെരുവിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വില കുറച്ചിട്ടുള്ള ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ഇങ്ങനെ കച്ചവടക്കാർ കൂടുതലുണ്ടായിരിക്കും. ഈ ഷോപ്പുകൾ അധികവും അടവായിരിക്കും. അതിന് പകരമായിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ, റോഡ് സൈഡിലൊക്കെ വെച്ച് വിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു ദിവസമാണ് കച്ചവടത്തിനായിട്ട് ഇറങ്ങാം. അതുകൊണ്ട് തന്നെ മിഠായി തെരുവിൽ ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ ചെന്ന സമയത്ത് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള ഡ്രസ്സുകളും ഒക്കെ നോക്കിക്കൊണ്ടൊക്കെയാണ് ഇങ്ങനെ പോകുന്നത്. പല സാധനങ്ങളുണ്ടാവും, ഇതുപോലെ ബാഗുകൾ, ബെൽറ്റ്, പലതരം ചെറുകിട കച്ചവടക്കാർ ഇതുപോലെ ഇഷ്ടം പോലെ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ടുണ്ടാവും. അപ്പം നമുക്ക് ഡ്രസ്സ് വാങ്ങണം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ടൊക്കെ അങ്ങനെ വാങ്ങാം. അപ്പം ചെറിയ കുട്ടികളുടെ ഡ്രസ്സിൻ്റെ ആ ബാസ്ക്കറ്റ് കണ്ടപ്പം ഞങ്ങളങ്ങനെ കുറച്ചിങ്ങനെ തിരഞ്ഞു നോക്കി. പക്ഷേ ഇഷ്ടപ്പെട്ടതൊന്നുമില്ലായിരുന്നു. അപ്പം ഞങ്ങൾ വെറുതെ ഇങ്ങനെ കുറച്ചിങ്ങനെ നോക്കിയിട്ട് മുന്നോട്ടിങ്ങനെ നടന്നു. എപ്പോഴും ഞങ്ങൾ വന്നാൽ പോകാറുള്ളത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ഒരു ഷോപ്പിലേക്കാണ്. അപ്പം അവിടെ ഇസുവിന് പറ്റിയ ഡ്രസ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അപ്പം അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോയത് ടോപ്പ് മാളിലേക്കാണ്. മിഠായി തെരുവിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ ഈ ഷോപ്പ് ഉള്ളത്. അപ്പം എനിക്ക് മിഠായി തെരുവിൽ പോയിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കടകളാണ് ഷീ ലോഞ്ചും ടോപ്പ് മാളും. അപ്പം നിങ്ങളുടെ ലിസ്റ്റിൽ ഏത് ഷോപ്പാണ് ഉള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ മിഠായി തെരുവിൻ്റെ ഉള്ളിലുള്ള ഷോപ്പുകളാട്ടോ ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ തന്നെ പലർക്കും അറിയാത്ത ഈ വില കുറച്ച് റേറ്റ്, അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഡ്രസ്സൊക്കെ കിട്ടുന്ന കടകൾ ചിലർക്ക് അറിയായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾ നേരെ പോയത് രാധാ തിയേറ്ററിൻ്റെ അടുത്തുള്ള ഫാമിലി മാളിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇക്ക പറഞ്ഞു വെറുതെ അവിടെ കയറണ്ട, ഒന്നും വാങ്ങുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ കയറണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ആര്യഭവനിൽ നിന്ന് ഓരോ ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോവാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം സീറ്റൊക്കെ ഫുള്ളായിരുന്നു. ഇക്ക വാഷ്റൂമിൽ പോയ സമയത്ത് ഞാൻ കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു. ഒരുപാട് സീറ്റുകളുണ്ട്, പക്ഷേ ആൾക്കാർ ഇരിക്കുന്ന ഒരു ഭാഗം മൊത്തം ഫുള്ളായിരുന്നു. അങ്ങനെയൊക്കെ പോയി വന്നതിന് ശേഷം ഞങ്ങൾക്കും സീറ്റ് കിട്ടി. ഞങ്ങളവിടെ ചായ കുടിക്കാനിരിക്കുകയാണ്. നമ്മളിടയ്ക്ക് എല്ലാവരും കൂടിയൊക്കെ പുറത്ത് പോകുന്നുണ്ടെങ്കിലും ഇങ്ങനെ കപ്പിൾസായിട്ടൊക്കെ പോകുന്നത് വേറൊരു വൈബാട്ടോ. മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട്. അല്ലെങ്കിൽ ഇസു ആദ്യമൊക്കെ ഉണ്ടാകുമ്പം ഒരാൾ അങ്ങോട്ട് ഓടുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് ഓടും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്കൊരു ട്രിപ്പ് ആ ഒരു മൂഡിലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എൻജോയ് ചെയ്യുന്നില്ല എന്നല്ല, അപ്പോൾ ആ ഒരു മൂഡിലേ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു റിലാക്സ് ആയിക്കൊണ്ടുള്ള ചെറിയൊരു ട്രിപ്പ്, നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ഞാൻ ഓർഡർ ചെയ്ത വടയും ഇക്ക ഓർഡർ ചെയ്ത ഇലയുടെയും വന്നിട്ടുണ്ട്. അപ്പം ഇക്കത് തുറക്കാനുള്ള പരിശ്രമത്തിലാണ്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് പതുക്കെയാണ് ഇക്ക അതൊന്ന് ഓപ്പൺ ചെയ്ത് എടുക്കുന്നത്. ഇലയുടെ ഞങ്ങൾ രണ്ടാളും ടേസ്റ്റ് ചെയ്തു. കുറച്ച് മധുരം കൂടുതലാണെങ്കിലും നല്ല രുചിയുണ്ട് കഴിക്കാൻ. ഇതിൻ്റെ ഫില്ലിങ് വരുന്നത് ശർക്കരയും തേങ്ങയൊക്കെയാണ്. ചിലർ അവിലൊക്കെ ഇട്ടിട്ടുണ്ടാക്കും. പക്ഷേ ഈ ഒരു ഫില്ലിങ്ങാണ് ഞങ്ങൾക്കിഷ്ടം. ഞങ്ങളൊരു കാലി ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് കയറിയത്. അപ്പം ചായക്ക് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റിങ്. അപ്പം ഞാൻ ആദ്യം തന്നെ ചായ കുടിക്കുന്നുണ്ട്. പിന്നെ വട ഓർഡർ ചെയ്തപ്പം 2 വടയാണ് ഒരു പ്ലേറ്റിൽ ഉണ്ടാവുക. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. അപ്പം അതിൻ്റെ സൗണ്ട് ഫോണിൽ കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ. കേൾക്കൊന്നുമില്ല.
ശരിക്കും ആ വടേൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ആ ക്രിസ്പി സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ആ സൗണ്ട് കൊണ്ട് കേൾക്കാത്തതാണ്. വടയുടെ ടേസ്റ്റൊക്കെ അടിപൊളി. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിറങ്ങി. അങ്ങോട്ട് പോകുമ്പം ഫാമിലി മാളിൽ കയറണ്ടെന്ന് പറഞ്ഞ ആൾ തിരിച്ച് പോകുമ്പോൾ നമുക്കൊന്ന് കയറി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ആൾ എന്നെ മുന്നേ പോയിട്ട് കയറുന്നുണ്ട്. അപ്പോൾ ഓരോ ഇങ്ങനെ ചെരുപ്പൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ റേറ്റൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. ഇനി ഉള്ളിലേക്ക് പോകണമെന്ന് ചോദിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. തിരിച്ചിറങ്ങി നോക്കുമ്പം കുറച്ചുകൂടി ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ആ തിക്കിലും തിരക്കിലും കുറച്ച് പണിപ്പെട്ടിട്ട് അങ്ങനെ പുറത്തെത്തിയിട്ടുണ്ട്. പുറത്തെത്തിയിട്ട് ഇനി ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവാണ്. മിഠായിത്തെരുവിൻ്റെ പുറത്തും ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ തന്നെ ഞാനിങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നുണ്ട്. പലതരം സാധനങ്ങൾ, ഈ ഇലക്ട്രോണിക് സാധനങ്ങളുടെ പഴയൊരു പീസ് സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ എന്തിനാണെന്നറിയില്ല, അതൊക്കെ ആവശ്യം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറേ കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇത് പഴയ ബുക്സൊക്കെയാണ്. ഇനി നമ്മൾ നേരെ ബീച്ചിലേക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും നിർത്തുന്നില്ല കേട്ടോ. അപ്പം ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ തന്നെ വീഡിയോ എടുത്ത് അങ്ങനെ പോവാണ്. നിങ്ങൾ വിചാരിക്കും ഇതെന്താ എല്ലാവരെയും കാലെടുത്ത് വെച്ചേക്കുന്നതെന്ന്. പക്ഷേ ഇവരിങ്ങനെ ഫുട്പാത്തിൽ പോലുള്ള ആ സ്ഥലത്ത് വെച്ചിട്ടല്ലേ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പം ഈ ആൾക്കാരെ പകുതി മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ പിന്നെ ആ ഒരു സംഭവം വിൽക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മാത്രമാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇത്തരം കച്ചവടക്കാർ കൂടുതലായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, ഷോപ്പുകൾ അധികവും ലീവാണ്. ഷട്ടർ ഇട്ടേക്കുന്ന കണ്ടില്ലേ. ഓരോ ഷോപ്പിൻ്റെയും മുന്നിലാണ് ഓരോരുത്തരും ഇങ്ങനെ സൈഡിൽ വെച്ച് കച്ചവടം ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ദിവസം കച്ചവടം ചെയ്യാൻ ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്യുക. അത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ടിൽ മൊത്തം ഷട്ടറുകളാണ്. അപ്പം എല്ലാ കടകളുടെ മുന്നിലും ഇവരിങ്ങനെ കച്ചവടം ചെയ്യും ഈ ഞായറാഴ്ചകളിൽ. അങ്ങനെ നമ്മൾ മിഠായിത്തെരുവിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ ബീച്ചിൻ്റെ ആ സൈഡിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. എന്നാലും ചില ദിവസങ്ങളെ അപേക്ഷിച്ചിട്ട് ഇന്ന് കുറച്ച് തിരക്ക് കുറവാണോ, ഇനി വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കൂടുതൽ തിരക്കാവുമെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആദ്യം നമുക്ക് ഈ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യണം, അതിനുള്ള സ്ഥലം നോക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ആദ്യം ഇവിടെ എവിടെയെങ്കിലും സൈഡാക്കാമെന്ന്. പക്ഷേ ഇവിടെയൊക്കെ വണ്ടികളിങ്ങനെ നിർത്തിയിട്ടേക്കായതുകൊണ്ട് നമുക്ക് വണ്ടി നിർത്താൻ സ്ഥലമില്ല. അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം. ചില ദിവസങ്ങളിൽ ഈ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ടാവും കേട്ടോ. ഇനി ചിലപ്പം വൈകുന്നേര സമയമാകുമ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കായിട്ട് മാറും. അന്ന് ഞങ്ങളൊരു ദിവസം വന്നപ്പം 2 മണി വരെയൊക്കെ ഇവിടെ നല്ല തിരക്കും ആളുകളും ബഹളവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ രാത്രി ആകുമ്പോഴത്തേക്കും എല്ലാവരും എത്തിത്തുടങ്ങുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്തൊന്നും വണ്ടി നിർത്താനുള്ള സ്ഥലം കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ സ്വീറ്റ് കോൺ വിൽക്കുന്നുണ്ട്. എനിക്ക് സ്വീറ്റ് കോൺ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ മസാല, പലതരം മസാലകളൊക്കെ ഇട്ടിട്ടുള്ള 2-3 ടേസ്റ്റിലൊക്കെ കിട്ടുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് പോയപ്പം വണ്ടി നിർത്താനുള്ള സ്ഥലം കിട്ടി. ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് ആളുകളുണ്ട്.
അപ്പുറത്തെ ഭാഗത്തിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് തോന്നുന്നു വെള്ളത്തിലൊക്കെ ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നതായതുകൊണ്ട്. പിന്നെ ഇവിടെ ചെറിയ ചെറിയ മറ്റേ ഐശ്വര്യത്തിൻ്റെയും അങ്ങനത്തെ ഒക്കെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ചോക്ലേറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഈ ഭാഗത്തുണ്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഇവിടെ നിർത്തിയിട്ടിട്ട് ബീച്ച് സൈഡിലേക്ക് പോവുകയാണ്. ഈ വൈകുന്നേരങ്ങളിലൊക്കെ ബീച്ചിലൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ ഇതുപോലത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കോഴിക്കോട് ഞങ്ങളെ വീട്ടിൽ നിന്ന് കുറേ ദൂരമാണെന്നുണ്ടെങ്കിലും അധികവും ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു സ്ഥലത്തേക്ക് എവിടെയെങ്കിലും ട്രിപ്പ് പോയിട്ടുള്ളത് ഈ കോഴിക്കോട് ബീച്ച്, മിഠായിത്തെരുവ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് അധികവും വന്നിട്ടുള്ളത്. അപ്പം ഞങ്ങളെ വീടിൻ്റെ അടുത്തും കൂടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, എപ്പോഴും ഇവിടെ തന്നെ ആയിരിക്കും. അത്ര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഇവിടെയൊക്കെ വരാൻ. അപ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളിവിടെ വന്നപ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ കടൽ കുറേ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ കുളം പോലുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതെന്താ പ്രകൃതിയുടെ ഓരോ പ്രതിഭാസമല്ലേ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഇനി ആൾക്കാർ ഇങ്ങനെ ചെറിയ ചാല് പോലെ ഇങ്ങനെ ഉണ്ടാക്കി ചെറിയ കുളം പോലെ ഇങ്ങനെ ആക്കിയതാണോ എന്നറിയില്ല. ഇത് കണ്ടോ, അവിടെയുണ്ട് കുറേ കുട്ടികൾ കുളം പോലെ ആക്കിയിട്ട് ഇങ്ങനെ കളിക്കുന്നു. ഇത് തന്നെ രൂപപ്പെട്ടതാണോ എന്താണെന്നറിയില്ല. എന്തായാലും കടൽ കുറേ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ അതേപോലെ കുട്ടികൾ കളിക്കുന്നുണ്ട്. എന്തായാലും ചെറിയ കുട്ടികൾക്ക് ഒരുപാട് അങ്ങോട്ട് പോയി കളിക്കുന്നതിന് പകരമായിട്ട് ചെറിയൊരു സെറ്റപ്പ് കടൽ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. അത് രസമുണ്ട് കാണാൻ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം കുട്ടികളിങ്ങനെ കളിക്കുന്നതൊക്കെ നോക്കി നിന്നു. അതിൻ്റെ ശേഷം ഇവരിങ്ങനെ എന്തോ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതും കുറച്ച് നേരം കണ്ടു.
അപ്പോൾ ഇവരുടെ പ്രകടനങ്ങൾ കഴിയുന്നത് വരെ ഞങ്ങളവിടെ അത് നോക്കി നിന്നു. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെയൊക്കെ ഈ പ്രകടനങ്ങളൊക്കെ കാണിക്കുന്നത്, ഓരോരോ വേഷം കെട്ടി ആടുന്ന ആളുകൾ. ഇത് കണ്ടപ്പോൾ എനിക്ക് അതാണ് കൂടുതലായിട്ട് തോന്നിയത്. അപ്പം അത് കഴിഞ്ഞിട്ട് കുട്ടികൾ കളിക്കുന്നത് നോക്കിയിട്ട് കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നു. അങ്ങനെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. അങ്ങനെ കുറേ കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോഴത്തേക്കും ചെറുതായിട്ട് ഇങ്ങനെ വിശക്കാൻ തുടങ്ങി. കഴിക്കാൻ വേറെ ദൂരെ എങ്ങോട്ടും പോകേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെ ചെറിയ ചെറിയ സ്നാക്സുകളും അങ്ങനത്തെ കുറേ ഫുഡ് ഐറ്റംസൊക്കെ ഉള്ളതുകൊണ്ട് ഇവിടുന്ന് തന്നെ ഞങ്ങൾ ഐസരതി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഐസരതി വാങ്ങാൻ വേണ്ടി പോവാണ്. കോഴിക്കോട് ബീച്ചിൻ്റെ ഫേമസ് ആയിട്ടാണ് ഈ ഐസരതി. ഐസ് ഇങ്ങനെ ചെറിയ സ്ലൈസ് ഇങ്ങനെ പൊടി ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് 3 ഫ്ലേവറിൽ കിട്ടും. ഒന്ന് എരിവ് മാത്രം, ഒന്ന് മധുരം മാത്രം, ഒന്ന് എരിവും മധുരവും കൂടി മിക്സ് ആക്കിയിട്ടുള്ളത്. അപ്പം എരിവിലാണെന്നുണ്ടെങ്കിൽ ഈ മാങ്ങ, ബീട്രൂട്ട് അതൊക്കെ ഉപ്പിലിട്ട് വെച്ചത് ആ ഐസിലേക്ക് ഇട്ടിട്ട് അങ്ങനെ മിക്സാക്കി തരിക ചെയ്യുക. എരിവും മധുരവും കൂടി മിക്സ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സർബത്തും പിന്നെ 2 ഇതിലും ഇടുന്നതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഐസരതി ഉണ്ടാവുക. പിന്നെ മധുരം മാത്രമാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് സർബത്ത്, പൊട്ടുകടല, ഈ ചെറീസിൻ്റെ പീസുകൾ അതൊക്കെ ഇട്ടിട്ടാണ് മധുരത്തിൻ്റെ ഉണ്ടാവുക. ഞങ്ങൾ മധുരത്തിൻ്റെതാണ് വാങ്ങിയത്. അങ്ങനെ ഐസരതിയും കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ പോകാനുള്ള തയ്യാറെടുപ്പിലാട്ടോ, വീട്ടിലേക്ക് തിരിച്ച് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അധികം ഇരുടാവണ്ടെന്ന് വിചാരിച്ചു. എന്നാലും കുറച്ച് നേരം കൂടി ആ ഐസരതിയൊക്കെ കഴിച്ച് അങ്ങനെ പതുക്കെ അവിടെയൊക്കെ കുറച്ച് നേരം കൂടിയൊക്കെ ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ്. പിന്നെ ഞങ്ങളും യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാണ്. ചിത്രൻ്റെയും യാസീൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഭയങ്കര ഇൻസ്പയറാണ് ഓരോ യാത്രകളൊക്കെ ചെയ്യാൻ. പക്ഷേ ഈ കോഴിക്കോട് പ്രദേശം വിട്ടിട്ട് ഞങ്ങൾക്ക് വേറെ എങ്ങോട്ടും അധികം യാത്ര ചെയ്യാൻ ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത് അതൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഇനിയും ഒരുപാട് യാത്രകളൊക്കെ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ ദൈവം സാധിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ മറക്കണ്ട. അപ്പം പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.